Hello guys, welcome back to another beautiful episode of Adhi's Well Up channel. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസ് വാട്ടറിനെ പറ്റിയിട്ടായിരുന്നു. അതായത് പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ എങ്ങനെ സെലക്ട് ചെയ്യണം, എല്ലാ റോസ് വാട്ടറും പ്യുവർ റോസ് വാട്ടർ അല്ല. സോ അങ്ങനെയുള്ളവയൊന്നും സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഹോം റെമഡീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫേസ് പാക്കുകളിലും ക്ലെൻസറിലും സ്ക്രബിലും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്യുവറായിട്ടല്ലാത്ത റോസ് വാട്ടർ നമുക്ക് മറ്റ് പ്രോഡക്റ്റുകളുടെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷെ പ്യുവറായിട്ടുള്ള റോസ് വാട്ടർ മാത്രമേ നമ്മൾ സ്കിന്നിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെയാണ് പ്യുവറായിട്ടുള്ള റോസ് വാട്ടർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ എന്തായാലും പോയി കണ്ടു നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. രണ്ട് മെത്തേഡാണ് കേട്ടോ നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ടുള്ളത്. അപ്പോൾ റോസ് വാട്ടർ ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് റോസ് പെറ്റൽസ് മാത്രമാണ്, പിന്നെ വെള്ളവും വേണം കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പ്യുവറസ്റ്റ് ആയിട്ടുള്ള നമുക്ക് റോസ് വാട്ടർ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ. രണ്ട് വഴിയിൽ കൂടി നമുക്ക് റോസ് വാട്ടർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഏതാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ടും എനിക്ക് തോന്നുന്നു വലിയ പാടൊന്നുമില്ല. പക്ഷെ ഒന്നാമത് കുറച്ചുകൂടെ സിമ്പിളാണ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും എടുക്കുന്ന റോസ് പെറ്റൽസ് പ്യുവറായിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒന്നും അടിക്കാത്തതും തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീട്ടിൽ ഉള്ള റോസ് പെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി ആദ്യത്തെ മെത്തേഡ് വഴി നമ്മൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 7 ദിവസം വരെ നമുക്ക്, അതായത് ഒരാഴ്ച നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറയുമ്പോൾ ആദ്യത്തെ മെത്തേഡ് വഴിയാണ് നിങ്ങൾ റോസ് വാട്ടർ ഉണ്ടാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. പിന്നെ റോസ് പെറ്റൽസ് എത്രത്തോളം നല്ല റോസ് പെറ്റൽസ് എടുക്കുന്നു, അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന വെള്ളവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിൽറ്റേർഡ് വാട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വീട്ടിൽ നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും ഫിൽറ്റർ വെള്ളം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സംഭവം വളരെ സിമ്പിളാണ്. റോസ് പെറ്റൽസ് എടുത്തിട്ട് നന്നായിട്ട് പെറ്റൽസ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം ഒരു പാനിലേക്ക് വെക്കുക. ആ റോസ് പെറ്റൽസ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അതിലേക്ക് വെള്ളം ഒഴിക്കുക. നമ്മൾ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പക്ഷേ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പെറ്റൽസിൻ്റെ കളറും ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അരിച്ചെടുത്ത് ഗ്ലാസ് ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന റോസ് വാട്ടറാണ് കേട്ടോ. രണ്ടാമത്തെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ, സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്യുവർ റോസ് വാട്ടർ എന്നൊക്കെ പറയുന്ന ലേബിൾസ് നോക്കി വേണം തീർച്ചയായിട്ടും നിങ്ങൾ ബോട്ടിൽ റോസ് വാട്ടർ സെലക്ട് ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ തന്നെ സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല പെസ്റ്റിസൈഡ്സ് ഫ്രീ ആയിട്ടുള്ള റോസ് പെറ്റൽസ് എടുക്കുക, നന്നായിട്ട് കഴുകുക. നമുക്ക് 2 പാത്രം ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് കേട്ടോ. ആദ്യം ഒരു പാത്രം എടുക്കുക, അതിനുള്ളിൽ ചെറിയൊരു ബൗൾ വയ്ക്കാം. സോ ആദ്യം എടുത്ത പാത്രത്തിലേക്ക് നമ്മൾ റോസ് പെറ്റൽസ് വിടുക, വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം. അതായത് ചെറിയ ബൗളിൽ വെള്ളം വീഴാൻ പാടില്ല. ഇപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു പാത്രമാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്താണ് നമ്മൾ എന്താ പറയുക റോസ് പെറ്റൽസ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഉള്ളിലെ ബൗളിൽ വെള്ളം കയറാൻ പാടില്ല. എന്നിട്ട് ഇത്രയും ചെയ്തിട്ട് നമ്മുടെ അടയ്ക്കുന്ന പാത്രം ഉണ്ട്, നമ്മൾ തിരിച്ചടച്ച് വെക്കുക. നോർമലി ലിഡ് മുകളിലായിരിക്കും, അത് തിരിച്ചടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഐസ് ഇട്ട് വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക. ലോ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോസ് പെറ്റൽസിൽ കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആവിയായിട്ട് മുകളിലേക്ക് പോകും. അവിടെ ചെന്ന് ഈ ഐസ് ഉള്ളതുകൊണ്ട് തണുത്ത് വീണ്ടും താഴേക്ക് വന്നിട്ട് നമ്മുടെ ഈ ചെറിയ ബൗളിൽ കളക്ട് ആവും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കളക്ട് ആയി ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ അത്രയും കളക്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഉള്ളിലെ ബൗളിലെ വെള്ളം സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമുക്ക് 1 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തെടുക്കുന്ന റോസ് വാട്ടർ എന്ന് പറയുന്നത് ഇത് 100% പ്യുവർ ആണ്. പിന്നെ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ചെയ്യാൻ പാടില്ല. പെസ്റ്റിസൈഡ്സ് ആയിട്ടുള്ള റോസ് പെറ്റൽസ് ഒന്നും എടുക്കാനായിട്ട് പാടില്ല. വീട്ടിൽ നമ്മൾ പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ ഉണ്ടാക്കി എടുക്കുന്നത്, ഇങ്ങനെ എടുക്കുന്ന റോസ് വാട്ടർ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല. ഗ്ലാസ് ബോട്ടിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.